കലോത്സവത്തിൻ്റെ സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് പുല്ല് പറിക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാലേ നമ്മൾ പൈനാപ്പിളാണ് ഫാൻസി ഡ്രസ് ആയിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തലയ്ക്ക് വെക്കാൻ പച്ചപ്പ് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ഒരു പുല്ല് പശുക്കളൊക്കെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം കയറെടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ലാസ്റ്റ് തലയിൽ ഇങ്ങനെ ചുറ്റി കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതത്ര ശരിയായില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിലുവിൻ്റെ പാട്ടിൻ്റെ ഇതിന് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ലഞ്ച് ബ്രേക്കിൻ്റെ ഒക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പെട്ടെന്ന് വരി നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കിലുവിന് വിശന്നാലൊക്കെ പ്രശ്നമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വരി നിന്നു. നല്ല സൂപ്പർ ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഇച്ചിരി എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ വേഗം കഴിച്ചതിന് ശേഷം കിലുവിന് പോയിട്ട് കുറച്ച് പച്ചച്ചോറും പപ്പടവും ഒക്കെ വാങ്ങിക്കൊടുത്തു. അവൾ എരിവ് അധികം കഴിക്കില്ല, അപ്പോൾ ആദ്യത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഫോൺ കൊടുത്താണ് കഴിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആക്കും കഴിക്കില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മറ്റേ സംഭവമില്ല തലയിൽ വയ്ക്കാനുള്ളത്, അപ്പോൾ അത് നോക്കിയപ്പോൾ ആകെ വാടി കുഴഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്ത വീട്ടിൽ ആ ചേച്ചി അവിടെ തുണി കഴുകുന്ന കണ്ടപ്പോൾ ആ ചേച്ചിനോട് ഞാൻ ചോദിച്ചു 2 പ്ലാവിൻ്റെ ഇല തരുമെന്ന്. അപ്പോൾ അവർ എത്ര വേണമെങ്കിലും എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് പ്ലാവിൻ്റെ ഇല പറിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ആ പ്ലാവിൻ്റെ ഇല അങ്ങനെ തൊപ്പി പോലെ കുത്തി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കിലുവിൻ്റെ ഫ്രണ്ടിനൊന്ന് മേക്കപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റേജിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത ഷോർട്സിലൂടെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ടാറ്റാ.